എന്തൊരു സ്പീഡാ വലിയത്. ആണോ? ഞാൻ എന്തോ ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നു. എന്താ അത്? അപ്പോഴേ ഇനി ഓർമ്മ വരുമ്പോ ചോദിച്ചാ മതി. പോലെ പോലെ എനിക്കിപ്പോ ഓർമ്മ വന്നു. ഞാൻ ഇന്നലെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, കണ്ടായിരുന്നോ? കണ്ടു. എന്നിട്ട് എന്ത് തോന്നി? ഇനി മേലെ ഇങ്ങനത്തെ മെസ്സേജ് വെച്ച് എന്റെ മുമ്പിൽ വന്നാ ഞാൻ ആരാ നീ അറിയും. മാറിക്കടാ. നീ എന്ത് മെസ്സേജാണ് അയച്ചത്? എന്റെ ഓരോ ശ്വാസത്തിലും നീയാണ് എമിലി 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 എമിലി. കൊള്ളാടാ എമിലി, അടുത്ത തവണ നല്ല മെസ്സേജ് അയക്കാൻ പറയാം. കൊണ്ടുവാ. അതല്ല അവള് പറഞ്ഞത്. ഇതെവിടെ പോണ്? ഇയാള് ഭയങ്കര തിരക്കിലാണെന്നല്ല. അല്ല, ആരും പറഞ്ഞല്ലേ, എനിക്കങ്ങനെ തോന്നി. അതൊക്കെ വെറും ഒരു തോന്നലല്ലേ ചേട്ടാ? തോന്നലാണ്. ഈ തോന്നലുകളാണല്ലോ ഏകപക്ഷീയം. ഏകപക്ഷീയം. ഇയാള് ചിരിക്കാണ്ട, ഞാൻ ഒന്ന് പറയട്ടെ. ഇയാളെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോ ഉണ്ടല്ലോ, എന്റെ ഉള്ളിൽ ഉടക്കി ഒരു വലി. വലി അല്ല, നേരത്തെ എന്തോ പറഞ്ഞായിരുന്നല്ലോ, ഉടക്കി വലി. ഉടക്കി വലിയല്ലേ? അത് ഈ ചേട്ടാ സമയം കിട്ടപ്പോ പക്ഷെ അങ്ങോട്ട് മാറി നിന്നിട്ട് നന്നായിട്ട് നൂത്ത് വിട്ടാ മതി. അപ്പയോടൊക്കെ നമുക്ക് പോകും കേട്ടോ. സാറേ ഒന്നേ, തൽക്കാലം ഇതാരടുത്തും പറയണ്ട. അല്ല, ഇവിടെ ഉടക്കി വലിച്ചതേ. അയ്യോടാ, ഞാൻ ചിലപ്പോ അത് പറഞ്ഞു പോവായിരുന്നെങ്കിൽ. അമ്മയാണ് ഇനി ഉടക്കി വലിക്കില്ല, സത്യം. ടൈമിങ് ആയിട്ടില്ല. കാതലിൻ വാഴ്ക്കയൊன்று ഏറ്റിനാലേ നെഞ്ചിൽ. നിന്നിട്ട് ഇങ്ങനെ നോക്കണേ. നോക്കിയെന്താ? അതിനെങ്ങനെ നോക്കണേ? അത് വിട്. നിങ്ങൾ സൈറോട് എന്ത് ചോദിച്ചു? സൈറയുടെ അണ്ണാ, നിങ്ങൾ സൈറോട് എന്ത് ചോദിച്ചെന്ന്? സൈറയുടെ അടുത്ത് ഞാനൊന്നും ചോദിച്ചില്ല, സൈറയാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. എന്ത് ചോദിച്ചു? ഭീമാവള്ളിയിൽ നിന്ന് പൊങ്കാല. ഭീമാവള്ളിയില് പൊങ്കാല? കൊടാ. ഇതുവരെ നടക്കി പോണ ലക്ഷണമല്ല കേട്ടാ. നീ എന്തോടെ എന്നെ ചോദ്യം ചെയ്യാൻ നിൽക്കുന്ന? സീനിയർ പോ, ജൂനിയർ പോടാ. പോയില്ലടാ. പോയിക്കോളാം. പോടാ. എടാ, ഇങ്ങനെ മലമറിച്ച് ആലോചിച്ചിട്ടൊന്നും കാര്യമില്ല. അവള് വീഴില്ല, അത് വേറെ കേസാണ്. അത് വിട്ടേക്ക്. ഏതാ കാലഘട്ടം തെറ്റിയാൾ വരുന്നേ? നമ്മൾ 80കൾ. ഇതെത്ര കിലോ വരും നോക്കിയാണ്? ഇതൊരു 2 കിലോ വരും. 2, 4, 6, 8, 10. നീങ്ങടെ ഇപ്പം വല്ലാണ്ടിരിക്കുന്നത്. ചെറിയ പ്രശ്നമുണ്ട്. ഇവൻ വീശിയ വലയിൽ ആ എമിലി വീണില്ല. വലയിൽ വീണില്ല, പിന്നെ കുരുക്ക് വയ്ക്കണം. കുരുക്കാ? എങ്ങനെ? നീ വിഷമിക്കണ്ടാ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. വേണ്ടണ്ണ, വിട്ടുകളെ. നീ നിരാശപ്പെടണ്ട. അതായത് എന്തായാലും നിനക്ക് അബദ്ധം പറ്റിപ്പോയി, നിന്റെ കൈയും മനസ്സും ഒക്കെ വിട്ടും പോയി. എന്തായാലും നമ്മളെ കൂടെ പഠിക്കുന്ന ജൂനിയർ കുട്ടികളടുത്ത് മോശമായിട്ട് പെരുമാറാൻ പാടില്ലാത്തതാണ്. പെരുമാറ്റത്തിന്റെ കാര്യമൊന്നും പറയണ്ട, വല്ലതും നടക്കെങ്കിൽ അത് പറ. ഓക്കെ. എടാ, എമിലിയെ ഇഷ്ടമാണെന്ന് നീ അവളുടെ അടുത്ത് പറഞ്ഞു 2-3 തവണ പറഞ്ഞു. അവിടെ ഇവിടെയും തൊടാതെ പറഞ്ഞു. അങ്ങനെയൊന്നുമല്ല, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഐ ലവ് യു എന്ന്. അപ്പോൾ അവളെന്ത് പറഞ്ഞു? ഓടാ തെണ്ടിന്ന് വിചാരിച്ചാലല്ല, അവൾക്ക് വിവരമുണ്ട്. അതൊക്കെ പോട്ട്. നീ നിന്റെ മനസ്സ് അവളെ എങ്ങനെയൊക്കെ അറിയിക്കാൻ ശ്രമിച്ചു? ഞാൻ നേരിട്ട് പറഞ്ഞു, മെസ്സേജ് അയച്ചു, വാട്സപ്പ് ചെയ്തു, പിന്നെ ഐ ലവ് യു എന്ന് എഴുതിയിട്ട് വണ്ടിയിൽ ഒട്ടിച്ചു, പിള്ളേരെ വിട്ട് പറയിപ്പിച്ചു. എന്ന് വേണ്ട എല്ലാം ചെയ്തു. നീയേ ചെയ്യാനുള്ള എല്ലാം ചെയ്തു, പക്ഷെ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്തില്ല. ഞാൻ തോന്നുന്നു. അതായത് പെണ്ണുങ്ങളെ മനസ്സിൻ്റെ അടിത്തട്ടിൽ ഇളക്കാൻ 80കളുടെ കളി കളിക്കണം. 80കളിലെ നീ എന്നെ കളിയാക്കൊന്നും വേണ്ട, 80കളുടെ കളി കളിക്കണം. എടാ, ഇതിനൊക്കെ പോവേണ്ട റൂട്ടിൽ പോയാലേ പരിപാടി നടക്കും. നിങ്ങൾ വളവളാന്ന് പറയാതെ റൂട്ട് പറയേ. നീയൊക്കെ ഇത്രയും ചെയ്ത് അവർക്ക് ലവ് ലെറ്റർ കൊടുത്താണ്. അതാണ് 80. അതാണ് പോയില്ല. അത് പോണം, അതിന് പഴയ തല വേണം. എടാ, എന്നാലും നമുക്കൊരു ലെറ്റർ കൊടുക്കാൻ തോന്നിയില്ലല്ലോ. ആദ്യം ഒരു കാര്യം ചെയ്യും, ലെറ്റർ കൊടു. അതാണ് നൊസ്റ്റാൾജിക് സൈക്കോളജിക്കൽ അപ്രോച്ച്.
എടാ കുട്ടാ, നീ നിന്റെ മനസ്സ് തുറന്നൊരു കത്തങ്ങ് എഴുതി. ആ കത്തിൽ നിന്റെ ഹൃദയം മുഴുവൻ ഉണ്ടായിരിക്കണം. അതിൽ അവള് അലിഞ്ഞില്ലാതാവണം. നല്ല കത്തിന് മുമ്പിൽ അലിഞ്ഞു വീഴാത്ത പെമ്പിളൊന്നും ഇല്ല മക്കളെ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോയിരുന്നു രണ്ടും കൂടെ നല്ല ഐഡിയ പൂർവ്വം ആലോചിച്ച് ഓരോന്ന് എഴുത്. നല്ല വാക്കുകളൊക്കെ ഇടയ്ക്കിടെ കയറ്റി കൊടുക്കണം. എങ്ങനെ പഴയ 80 വാക്കുകൾ കയറ്റി കൊടുക്കണം. കയറ്റി അവൾ മറിഞ്ഞ് വീണം, വീണോട് മറിഞ്ഞ് കിടക്കണം എനിക്ക് കാണണം. ഓക്കെ? മലരേ എന്തൊരു ശബ്ദമാണ് ശാരദേ. അപ്പൊ കൊടുക്കാല്ലേ? കൊടുത്തു നോക്കാം. മൂത്തോര് പറയുന്ന വാക്ക് മുതുനെല്ലിക്കയും ആദ്യം കഴിക്കും, പിന്നെ എന്തെന്ന് കണ്ടറിയാം. നിനക്ക് എഴുതാറിയോ? ഞാനങ്ങനെ എഴുതി ചെയ്തൊന്നുമില്ല. നമുക്ക് രണ്ടുപേർക്ക് എഴുതാം. അത് നീ ഒരെണ്ണം എഴുതി ഒരു സാധനം, എന്നിട്ട് ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ വേറെ എഴുതാം. എന്നിട്ട് അതിൽ ഏതാ നല്ലത് നോക്കിയിട്ട് നമുക്ക് ആരുടെ കാണിച്ചിട്ട് അല്ലെ രവീണൻ്റെ അടുത്ത് തന്നെ കാണിച്ചു കൊടുക്കാം. അതാവും നല്ലത്. പേനയുടെ പേനെടുത്തില്ലേ? ശരി, ബുക്ക് എൻ്റെതാണ്. അപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ ഞാൻ കൊത്തളം ബാഡ് വാക്കാടാ. അകത്തളത്തിൻ്റെ മടിത്തട്ടിൽ എൻ്റെ എമിലി എൻ്റെ എമിലി ഇതിൽ അവള് വീഴും. നടക്കും തോന്നില്ല കേട്ടോ. അവിടെ ഇരിക്കുന്ന ആരാന്ന് കണ്ട ഈ ആ സൈറൻ കൊണ്ട് പണി കണ്ട. അതിനെന്ത് അവരിക്കുമ്പോൾ കൊടുക്കാൻ പറ്റില്ല. എടാ അവന്മാർ രണ്ടും പ്രിൻസിപ്പളിൻ്റെ ചാരകളാ. ആ നമ്മൾ ഇപ്പം തന്നെ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പോയി പറയും. അതുകൊണ്ട് അവന്മാരെ കട്ട് ചെയ്യാണ്ട് ഈ സാധനം കൊടുക്കാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നില്ല. നടക്കൂല. കട്ടി എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യാൻ പറ്റണ്ടേ? എങ്ങനെ കട്ട് ചെയ്യുമ്പോൾ വഴിയുണ്ട്. ബാ അല്ല കൊണ്ടുപോണി. എൻ്റെ വണ്ടിൻ്റെ സ്റ്റാൻഡിന് വല്ല കുഴപ്പമുണ്ടോ? എൻ്റെ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. കേട്ടാ, അവളെ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. അവിടെ ആ റോഡ് സൈഡിൽ മറിഞ്ഞു കിടക്കണ വണ്ടി ഇവളതല്ലേ? പെട്രോളൊക്കെ കളഞ്ഞു കിടക്കണ് ഷെഡിന്റെ അവിടെ. ആ അത് ഇവളതല്ലത്. അത് കറുത്ത വണ്ടിയല്ലേ? നമ്പർ KL20J2838 എങ്ങനെയല്ല? അയ്യോ അതെന്റെ വണ്ടിയാ. എമിലി, ഞാൻ കീ തന്നെ പറഞ്ഞത് ശരിക്കും സ്റ്റാൻഡ് വെക്കണോന്ന്. ആ കീ ഇങ്ങെടുത്താ. എന്തിനാണ് അങ്ങനെ പിടയ്ക്കുന്നത്? എന്താണ് നിങ്ങളെ പ്രശ്നം? എന്താണ് എന്താടാ? എനിക്കെന്തോ സംസാരിക്കാൻ പറ്റണില്ല. കൈയും കാലും പറക്കണം, തൊണ്ട പറയണം, അങ്ങനെ ഒരുപാട്. കുറച്ച് മുമ്പ് മാറിക്കോളും. അണ്ടി വേറെ മാറൂല. എടാ ലെറ്റർ കൊണ്ടുപോയി കൊടുറാ. ചേട്ടാ എടാ എനിക്ക് വേണ്ടി നീ ഒന്ന് കൊണ്ടു കൊടുക്കും പ്ലീസ്. എങ്ങനെ? നീ കൊണ്ടുപോയി കൊടുക്കും പ്ലീസ്. എടാ ഈ ലെറ്റർ കൊടുത്തിട്ട് വേണം അതിൻ്റെ റിയാക്ഷൻ അറിഞ്ഞിട്ട് എനിക്ക് മറ്റേ കുട്ടിക്ക് ഒരു ലെറ്റർ കൊടുക്കാൻ. ഞാൻ തന്നെ കൊടുക്കണോ? പിന്നെ തൻ്റെ ലെറ്റർ നീ തന്നെ കൊടുക്കണം. ഞാൻ കൊടുക്കാം. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ഓക്കെ പടച്ചോനെ എന്നെ കാത്തോളണേ. എന്താണ് ചുറ്റിക്കളി? കോയിന്റെ കാര്യം മുടി ചുറ്റിമാരി കുറെ നേരമല്ലേ ചുറ്റി കളിക്കുന്നത്? എന്താ വിഷയം? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ ഒരു വിഷയം. വാസുവേട്ടനെ പിടിച്ച് നമ്മൾ അംശമാക്കി. വാസുവേട്ടനെ പിടിച്ച് അംശമാക്കിയിട്ട് നമുക്ക് എന്ത് കിട്ടാൻ വേണ്ടി? എടാ മണ്ട, വാസുവേട്ടൻ വഴി എമിലിക്ക് നമ്മൾ ലെറ്റർ കൊടുക്കാൻ പോണം. 500 റുപ്യ കൊടുത്ത എമിലിനെ വീട്ടിൽ പോയി പൊക്കിക്കൊണ്ടിരും മൂപ്പര്. എന്നാ പിന്നെ അതല്ലേ എളുപ്പം. എൻ്റെ പടച്ചോനെ, എടാ ആദ്യം ലെറ്റർ കൊടുത്ത അവളെ റിയാക്ഷൻ അറിയണ്ടേ? വാസുവേട്ട ഞാൻ വരില്ല. ഞാൻ എന്താ കൂടെ വന്നൂടെ? ഏട്ടൻ ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്തു തരണം. എന്ത് ഉപകാരം? ഒരു ലെറ്റർ കൈമാറണം. ഞാൻ ഇതിന് ലെറ്റർ കൈമാറുന്നു. ഇവിടുത്തെ പോസ്റ്റ് ഓഫീസൊക്കെ പൂട്ടിപ്പോയോ? അല്ല ഏട്ടാ, അത് പിന്നെ ഇത് ഏത്? അല്ല ഇവന് ആ എമിലി എന്ന് പറഞ്ഞ കുട്ടിയില്ലേ, ആ കുട്ടീനോട് ഒരു ഇത് എന്ത്
ഒരു ഇഷ്ടം. അരിഷ്ടോ? പ്രേമം. പ്രേമോ? ഇവനോ? അല്ല, ഇവന് പ്രേമുള്ള കാര്യം പെണ്ണറിയോ? അറിയോ? അറിയില്ല. എന്നാൽ അറിയണ്ട. ആ പെണ്ണേ നാണക്കട ഓർത്ത് ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ താഴോട്ട് ചാടി ചാവും, നീ ജയിലാവുകയും ചെയ്യും. ഇത് തമാശ പറഞ്ഞല്ല, ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ എന്തിനാടാ ശ്രദ്ധിച്ച് കേൾക്കുന്നത്? എൻ്റെ വീട്ടിൽ കരി വാങ്ങുന്ന കാര്യമൊന്നുമില്ലല്ലോ, ആ പെണ്ണിന് ലെറ്റർ കൊടുക്കുന്ന കാര്യമല്ലേ? ഏട്ടാ കേൾക്കണം. എന്ന് വെച്ചാൽ ഇവന്റെ പ്രേമത്തിന്റെ തുറന്ന കത്ത് കൈമാറാൻ പോണത് ഏട്ടനാണ്. എന്ത്? എങ്ങനെ? അതായത് ഇവന് എമിലിക്ക് ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. അവള് ചായ കുടിക്കാൻ വരുമ്പോൾ ആ ചായയും കടീൻ്റെ അടിയിൽ ആ കത്തൊന്ന് വെച്ച് ചേട്ടൻ കൊടുക്കണം. എന്താന്ന് വേണ്ട വെച്ചാൽ ഞങ്ങൾ തരാം. ഇവിടുന്ന് ഞാനെന്തങ്ങ് മാമാപ്പണി ചെയ്യുന്ന ആളാ? കത്തികെടുക്കണം പേര്. ഓടാ ഇവിടുന്ന്, പോ പോ പോ. അണ്ണൻ പിണ്ണാക്കാണ്. പോടാ പോടാ പോ. അങ്ങനെ ആ പണിയും പാളി. ആ പണിയൊന്നും പാടൂല. നമ്മളൊക്കെ ആണുങ്ങളല്ലടാ. ഞാൻ കൊടുക്കും കത്ത്, നീ വാ, ഞാൻ കൊടുക്കും.